ഈ അമേരിക്കയുടെ ഈ ഫെന്റനൈൽ എപ്പിഡമിക് എന്ന് പറയുന്നത് ഒരു വളരെ നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്. അതായത് ഈ ഡെത്ത് റേറ്റ് നമ്മൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പം നമുക്കൊരു ഡീറ്റെയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കാൻ പറ്റത്തില്ലെങ്കിലും, ഒരു 2020 ശേഷം ഒക്കെയുള്ള ഈ ഫെന്റനൈൽ ഓവർഡോസിങ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് സിവിയർ ആയിട്ട് അത് കൂടിയിട്ടുണ്ട്. അപ്പൊ അതൊരു എനിക്കതിനകത്തുള്ള ഒരു പേഴ്സണലി എനിക്ക് ആ കാര്യം അറിയാവുന്നതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, എൻ്റെ വൈഫ് ഒരു മെന്റൽ ഹെൽത്ത് ക്ലിനീഷ്യനാണ്. അപ്പൊ പുള്ളിക്കാരി ER ഒരു ദിവസം ഒരു 15 പേഷ്യൻസിനെയൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതില് ഒരു 50% ഈ ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. ഇപ്പൊ നമ്മള് ഫിലഡൽഫിയ പോലുള്ള മെട്രോ സിറ്റീസില്, ലിബറൽസ് ഭരിക്കുന്ന സിറ്റീസില് ക്രൈം സപ്രസ് ചെയ്യാനായിട്ട് അവര് മുൻകൈ എടുക്കാത്ത സിറ്റീസിലെല്ലാം ഈ ഡ്രഗിന്റെ ഇൻഫ്ലോ അത് ഭയങ്കര ഹെവിയാണ്. അപ്പൊ അതൊരു കൺസേൺ ആയിരുന്നു കുറെ നാളുകളായിട്ട്. അപ്പോ ആദ്യത്തെ പ്രസിഡന്റ് ട്രംപിന്റെ ടീമിലും അതിനുശേഷം തുടർന്ന് വന്ന ബൈഡന്റെ 4 വർഷക്കാലവും ഇതിന് വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. മെയിൻലി ബിക്കോസ് നമ്മുടെ ഈ ഓപ്പൺ ബോർഡർ ആയിരുന്നത് അതിനൊരു വലിയൊരു റീസണാണ്.